സ്വാഗതം. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് മറ്റൊരു ഭാഗത്തിലേക്ക്, അതായത് ട്രംപിന്റെ മടങ്ങിവരവും ഇസ്രയേലിൻ്റെയും ലോകത്തിൻ്റെയും മാറ്റങ്ങളും ചരിത്രങ്ങളുമായി ഒരു തിരിഞ്ഞുനോട്ടവും ഭാവിയിലേക്കുള്ള എത്തിനോട്ടവുമാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ ഈ ടൈറ്റിൽ. ഈ അടുത്ത കാലത്ത് ക്ലബ് ഓഫ് റോം എന്ന ആഗോളവാദ സംഘടന ലോകത്തെ 10 മേഖലകളായി തിരിച്ച് അതിൽ നിന്നും ഒരു ആഗോള ഭരണകൂടം ഉദയം ചെയ്യണമെന്നും അവർ ആഗ്രഹിക്കുകയും പ്ലാൻ ചെയ്തു. ഒരു വശത്ത് നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയൻ യുവിൻ്റെയും അന്താരാഷ്ട്ര നാണയനിധി IMF പോലെയുള്ള ആഗോളവാദ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ ലോകത്തിലെ രാജ്യങ്ങളെ, പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളെ അമേരിക്കയാണ് നയിക്കുന്നത്. അത് ഇവർ തമ്മിൽ, അതുകൊണ്ടാണല്ലോ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ, അമേരിക്കയുടെ സാന്നിധ്യം യൂറോപ്പിൽ തെളിയിക്കുന്ന ഒരു സംഘടനയാണ്. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലോകമഹായുദ്ധത്തിന് കാരണക്കാരായത് ജർമ്മനിയാണെങ്കിലും രണ്ടാം ലോകമഹായുദ്ധത്തിന് ഹിറ്റ്ലറുടെ ഉദയവും അസ്തമയവും ആണ് മറ്റൊരു ദിശാബോധം. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും നിരന്തരമായി നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ചാര ഉപഗ്രഹങ്ങളും മറ്റു പലതും ശൂന്യാകാശത്തും കടലിനടിയിലുമായി ഒക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് മടങ്ങി വരുന്നത്, നേരത്തെ ഓർപ്പിച്ചതുപോലെ ട്രംപിന്റെ വിജയം അമേരിക്കയുടെ വിജയം മാത്രമല്ല, മറിച്ച് ഇസ്രായേലിന്റെ വിജയവും അതിനോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരു ആത്മീയ നവോത്ഥാനം കൂടെയാണ്. ഹമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടത് കൊണ്ട് ലജ്ജിച്ചുരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കും, അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ലെന്ന് ഇരമ്യാവിന്റെ പുസ്തകം 49 23 മുതൽ 27 വരെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, റഷ്യ വർഷങ്ങളായി സിറിയ അടക്കി മനോഹരമായ പട്ടണമാണ്. ശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന രാജ്യങ്ങളിൽ അയൽദേശമായ സിറിയയും ലെബനോനും ജോർദാനും ഒക്കെയാണ്. അന്നത്തെ ഇസ്രയേലുമായി നിരന്തരമായ സഹവർത്തിത്വത്തിൽ സ്നേഹത്തിൽ കഴിഞ്ഞ രാജ്യങ്ങൾ പിന്നീട് ഇസ്ലാമികവൽക്കരണ ശേഷമാണ് ശത്രുതയിലായതും. അങ്ങനെ സിറിയ ഭരിച്ചിരുന്ന ബാഷർ അൽ അസാദിന്റെ സുദീർഘമായ ഭരണം കഴിഞ്ഞ വർഷം നഷ്ടപ്പെടാൻ കാരണമായി. ഇതും ബൈബിളിന്റെ ഒരു പ്രവചന നിവൃത്തിയാണ്. ഇരമ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 23 മുതൽ 27 വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത്, ഹമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ചുരുകിപ്പോയി. സുദീർഘവർഷമായി റഷ്യയുടെയും രഹസ്യമായി ഇറാനും പിന്നെ തുർക്കിയും ചേർന്ന് രഹസ്യ ആയുധങ്ങളെ നൽകി ഇസ്രായേലിനെതിരെ ഒളിയാക്രമണം നടത്തി വിജയിച്ചു എന്ന് കരുതിയ സമയത്താണ് തിരുവെഴുത്തിന്റെ ആധികാരികമായ പ്രവചനത്തെ നിവൃത്തീകരിച്ചുകൊണ്ട് ഈ പട്ടണങ്ങൾ ഭയപ്പെടുകയും അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബാഷർ അസാദ് എന്ന മനുഷ്യൻ, അദ്ദേഹം സുദീർഘ വർഷമായി സിറിയ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരി ഒളിച്ചോടിപ്പോകാൻ കാരണമുണ്ട്. ഹമാത്തും അർപ്പാദും ഇന്നത്തെ ടെൽഫാത്ത് അല്ലെങ്കിൽ അലോപ്പോയ്ക്ക് തൊട്ടു വടക്കാണ്. വിമത സൈന്യം ആദ്യം ഇവയെല്ലാം പിടിച്ചടക്കി. 2024 ഡിസംബറിന്റെ തുടക്കത്തിലാണ് ഈ ആക്രമണം മൂലം സിറിയയുടെ സമുദ്രതീരത്തെ പട്ടണങ്ങളാണ് ടാറ്റസും ലഡാക്കിയായും. റഷ്യക്ക് ടാറ്റാസിൽ നാവിക കേന്ദ്രം ഉണ്ടായിരുന്നു. മെഡിറ്ററേനിയൻ കടലിലെ റഷ്യയുടെ സുപ്രധാന താവളമായിരുന്നു ഇതെന്ന് മറക്കരുത്. എന്നാൽ ഇതെല്ലാം വിമത സൈന്യം പിടിച്ചെടുത്താണ് ഏകാധിപതിയും അതിക്രൂരനുമായ ആസാദ് രാജ്യം വിട്ട് ഓടിപ്പോകാൻ കാരണമായത്. റഷ്യൻ നാവികസേന ടാറ്റസിൽ നിന്നും അങ്ങനെ പിന്മാറി. ഇതോടെ ഇറാൻ സേനയും പിന്മാറി, തുർക്കിയും പിന്മാറി. സിറിയ ആർക്കും സ്വാധീനമില്ലാത്ത ഒരു അനാഥമായി മാറിയതാണ്. അങ്ങനെയാണ് വിമത സൈന്യം സിറിയയിലെത്തിയത്. ഇതിന്റെ പിൻപിൽ നോക്കണം, പ്രവചനങ്ങൾ മാത്രമല്ല, ഇത് അനുകൂലമായി, ഇസ്രയേലിന് അനുകൂലമായി തീർന്നു. ഇസ്രയേലിന് നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഒളിയാക്രമണം നടത്തി നേരെ വെല്ലുവിളിക്കാൻ കഴിയാത്ത ഒരു ഹീന ജാതികളാണ് ഇവർ. അവർക്കൊരിക്കലും നേരിട്ട് പടവിടുകയില്ല. ഒളിയാക്രമണമാണ് അവരുടെ എല്ലാം പ്രാകൃതമായ രീതി. അത് അവരിൽ നിന്നുണ്ടായതാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴയ
പ്രാകൃത സമൂഹങ്ങളെല്ലാം ഒളിയാക്രമണം ഉണ്ടായത്. പിന്നെ പുതിയ രാജ്യാന്തര ഭാഷകളൊക്കെ നൽകിയെങ്കിലും ഈ ആധുനിക കാലത്തെ യുദ്ധമുറയിലല്ല. ഇവരിപ്പോഴും കല്ലെടുത്തെറിയുന്ന ആൾക്കാരാണ്. അപ്പോ സിറിയയിലെ ആഭ്യന്തര യുദ്ധ സമയത്ത് ആസാദിന്റെ അധികാരം ഉറപ്പാക്കുന്നതിൽ ഈ സേനകളും ലെബനിൽ നിന്നുള്ള തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുമായിരുന്നു പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. അങ്ങനെ ഈ ഉപകാരത്തിന് പകരമായി സിറിയ തങ്ങളുടെ പ്രധാന പ്രദേശങ്ങൾ ഇവർക്ക് നൽകി. അതാണ് വിമതസേന പിടിച്ചെടുത്ത് ഈ ഒളിത്താവളമായി കരുതിയ സൈന്യങ്ങളെയും ഒക്കെ ഓടിച്ചു വിട്ടു. അങ്ങനെ ബൈബിൾ പറയുന്നത് പോലെ ദമസ്കസ് ദുർബലമായി, ദമാസ്കസ് എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അനവധി സ്ഥലങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദമാസ്കസും യോർദാനും അമ്മാനും ലബനോൻ പർവ്വതങ്ങളും ഹിമത്തിന്റെ കാര്യങ്ങളും ഒക്കെ ബൈബിളിൽ, വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളായി പരാമർശിക്കുന്നുണ്ട്. ഇരമ്യാവ് 49:23-27, യെശയ്യാവിന്റെ 17-ാം അധ്യായമൊക്കെ ദമസ്കസ് പട്ടണത്തിന്റെ നാശം ഈ പ്രവാചകന്മാരെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രേഖപ്പെടുത്തിയെന്ന് മറക്കരുത്. ഇതാ ദമേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയി. ദമസ്കസ് തകർന്നുപോയി. തലങ്ങും വിലങ്ങും ബോംബുകൾ വീണു. ആക്രമണത്തിൽ അവിടുത്തെ കോടിക്കണക്ക് ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കുടിയേറി പാർത്തു അഭയാർത്ഥികളായിപ്പോയി. അങ്ങനെ സിറിയ എന്ന അതിപുരാതനവും അതിമനോഹരമായ പട്ടണം ഈ മത തീവ്രവാദികളെ കൊണ്ട് നശിച്ച് ഇല്ലാതായി. അത് ശൂന്യ കൂമ്പാരമായി തീരുമെന്ന് 17-ാം അധ്യായ എസെക്കിയേൽ പ്രവാചകൻ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ നിർഭയമായി വസിക്കുമെന്നും ഇതേ ബൈബിൾ പറയുന്നു. സുരക്ഷിതം എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സുരക്ഷിതമായി തൻ്റെ ജനമായ ഇസ്രയേൽ ജീവിക്കണമെങ്കിൽ അവരെ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന രാജ്യങ്ങളെ ഇല്ലാതാക്കുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇസ്രയേലിന്റെ തീരം മുതൽ സൈപ്രസ് തീരം വരെ കിടക്കുന്ന എണ്ണ പ്രകൃതി പാടങ്ങളുമുള്ള ബന്ധപ്പെട്ട ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഇസ്രയേലുമായി കരാറിൽ ഒപ്പുവെച്ച് സമാധാനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നും മറക്കരുത്. ഇതിനോടനുബന്ധിച്ച് പ്രധാന ഒരു വിഷയമാണ്, നമ്മൾ പെട്ടെന്നാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് നാശദിന ഘടികാരം. 1947 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അണുബോംബ് വികസിപ്പിച്ചെടുത്ത ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ നാശദിന ഘടികാരം അല്ലെങ്കിൽ ഡൂംസ്ഡേ ക്ലോക്ക് എന്നാണ് അത് ഇംഗ്ലീഷ് പറയുന്നത്, തയ്യാറാക്കിയിരുന്നത്. അത് ഗ്രാഫിക് ഇൻസ്ട്രുമെന്റ് ആണ്. ആദ്യമായി ഈ ഘടികാരം സ്ഥാപിച്ചപ്പോൾ അർദ്ധരാത്രിക്ക് 7 മിനിറ്റുകളായിരുന്നു. ഈ ഘടികാരത്തിന്റെ സൂചി ഓരോ വർഷവും പിന്നോട്ടാണ് മാറ്റിവെക്കുന്നത്. മാറി വരുന്ന അണുവായുധ ഭീഷണിയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ് ഈ ഘടികാര സൂചികളെ മുന്നോട്ടും പുറകോട്ടുമായി മാറ്റുന്നത്. ഇന്ന് നോക്കണം, ഇത് ഒരു പ്രത്യേക ഘടികാരമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചോ ഘടികാരമല്ല. ഇതിന്റെ പേര് തന്നെ നാശദിന ഘടികാരം എന്നാണ്. ഓരോ രാഷ്ട്രങ്ങളും പുതുതായി അണുബോംബ് കണ്ടുപിടിക്കുകയും അക്രമങ്ങൾ അനീതിയിൽ ചെയ്യുമ്പോൾ ലോകത്തിന്റെ നാശത്തിന്റെ ഘടികാരത്തിൽ മുന്നോട്ട് സമയം പോയി എന്നും സമാധാനമായ അന്തരീക്ഷം വരുമ്പോൾ ഘടികാരം പുറകോട്ട് മാറ്റുന്നതാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്.